ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് രേണുസുതിയെക്കുറിച്ച് ഷെരീഫ് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് രേണുസുതി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചിട്ടാണ് ഷെരീഫ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും അവരുടെ രോഗം വേഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും ഷെരീഫ് പറയുന്നത് എന്താണെന്നൊന്ന് നമുക്കൊന്ന് നോക്കട്ടോ. ഞാൻ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാന്ന് ചോദിച്ചാൽ രേണുസുതിനെ കുറിച്ചാണ്. ഈ വിഷയം ഇപ്പൊ പലരും തട്ടിമാറ്റിയാണ്. അതിന്റെ റീസൺ എന്താന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. കാരണം എങ്ങനെ ഉണ്ടായിരുന്ന രേണുസുതിയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വന്ന് എന്നുള്ളത് പലരെയും, അതായത് രേണുസുതിനെ കുറ്റം പറഞ്ഞിരുന്നതും നിരന്തരം റിയാക്ട് ചെയ്തിരുന്നതും അത്രയും മോശമാക്കി പറഞ്ഞിരുന്ന ആളുകളൊക്കെ രേണുസുതിയെ ഇപ്പോൾ സ്നേഹിക്കാനൊരു ഗ്യാപ്പ് ഉണ്ടാക്കി നടക്കുകയാണ്. ഒന്ന് സ്നേഹിക്കാനും ഒന്ന് സംരക്ഷിക്കാനും അത്രയും ഗ്യാപ്പ് ഉണ്ടാക്കി നടക്കുകയാണ്. ഞാനും ചെയ്തിട്ടുണ്ട് ഈ രേണുസുതിയുടെ വീഡിയോ. പക്ഷേ എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല. കുറ്റബോധം ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ രേണുസുതി അല്ലായിരുന്നു അന്നത്തെ രേണുസുതി. അന്ന് ഊരുളക്ക് ഉപ്പേരി എന്നുള്ള മറുപടി ആയിരുന്നു. നല്ല ആർജവമുള്ള, എന്ത് വന്നാലും ഒരു ആന കുത്താൻ വന്നാലും നെഞ്ച് വിരിച്ച് നിൽക്കാനുള്ള ഒരു ഗഡ്സുള്ള രേണുസുതി ആയിരുന്നു. ആ സമയത്ത് അവര് സബ് ചെയ്യേ, എന്റെ ചാനലിൽ ചെയ്യേ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, എന്നത് ബാധിക്കുന്നില്ല, ഞാൻ എന്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകും, ആരെന്ത് പറഞ്ഞാലും വിചാരിച്ചാലും എനിക്കത് കുഴപ്പമില്ല, എന്നത് ബാധിക്കൂല എന്ന് പച്ചക്ക് ഓപ്പൺ ആയിട്ട് വെല്ലുവിളിച്ച് മറുപടി പറഞ്ഞിരുന്ന ഒരു രേണുസുതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും രേണുസുതിനെ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇട്ടിട്ട് ആരാണ് ഇതിനെ സബ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും റിയാക്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കിപ്പം രേണുസുതിയുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണി, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ദാസേട്ടന്റെ കൂടെയുള്ള വീഡിയോ ലീക്കായെന്ന് കേട്ടല്ലോ. അയ്യോ എടാ, ദാസേട്ടന്റെ കൂടെ അല്ലടാ മോനെ, നിന്റെ തന്തയുടെ കൂടെയുള്ള വീഡിയോ ആയിരുന്നു. തന്തയുടെ ഫോണിൽ കാണിച്ചെന്ന് തിരക്ക് കേട്ടോ. നീ കണ്ടില്ലേ? നിന്നെ കാണിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അങ്ങേരോട്. കൊള്ളാം, നോട്ടി തന്ത. കേട്ടങ്ങളെ, ഇത് പഴയ രേണുസുതിയാ. ഈ രേണുസുതിനെ എവിടെ നഷ്ടമായത് അറിയോ? ഇതുപോലെ പലരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒരു വാക്ക് പറഞ്ഞു. അത് അത്രയും കാലം രേണുസുതിയെ കുറ്റം പറഞ്ഞിരുന്ന എല്ലാവരെയും മനസ്സ് അങ്ങോട്ട് അലിയിച്ച് കളഞ്ഞു. എന്താന്നല്ലേ, അതൊന്ന് കേട്ടോ. അതെ, ക്യാൻസർ ആണ്. ഇത് പറയാൻ സമയമായി എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം മനസ്സിന്. എങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവസ്ഥ കണ്ടില്ലേ? ഇതാണ് നാളെ നമുക്കും വരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ആണ് ഇന്നത്തെ രേണുസുതിനെ ഇങ്ങനെ ആക്കിയത്. കാരണം എന്താ വെച്ചാൽ, ഒറ്റക്കാണെന്നുണ്ടെങ്കിലും മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം വെച്ചിട്ടായിരുന്നു എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് പുള്ളിക്കാരി ജീവിച്ചിരുന്നത്. പക്ഷെ പുള്ളിക്കാരി അന്നും ഇന്നും ഞാൻ പറയുന്നു, ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിൽ ആ സബ് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ വീഡിയോസുകളില്ലേ, ആ വീഡിയോസുകളാണ് അവരെ ഇത്രയും പ്രശ്നക്കാരിയാക്കി മാറ്റിയത്. അതിനെതിരെ ഞാനും സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, പഴയ രേണുസുതി ഇല്ലേ, ആ രേണുസുതി ഇനി ഇല്ല, അത് കഴിഞ്ഞു. അതായത് ആ ഒരു വീഡിയോ, ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ സമയത്ത് മുമ്പത്തെ രേണുസുതി അതോടുകൂടെ തീർന്നു. പിന്നെ വന്നതും കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പുതിയൊരു രേണുസുതിയാ. ഈ രേണുസുതിയൊക്കെ നിങ്ങൾ നോക്കി, നമുക്കൊക്കെ എന്താ പറയാ, സത്യത്തിൽ വല്ലാത്ത സഹതാപമുണ്ട്. പക്ഷെ അന്നായാലും ഇന്നായാലും ഞാൻ ചെയ്തിരുന്ന വീഡിയോസ്, അവരുടെ ആ സബിന്റെ വീഡിയോസിന് അതിന് മുമ്പ് എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിരുന്നു, എന്താ രേണുവിനെ കുറിച്ച് ചെയ്യാത്ത, എന്താ രേണുവിന്റെ പുതിയ വീഡിയോ കണ്ടില്ലേ? ഞാൻ അതിമക്ക് മെയിൻ ചെയ്തിരുന്നില്ല. അതിപ്പോ കുറച്ച് കാലം കഴിഞ്ഞതൊക്കെ വരും എന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല. കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഞാൻ ഒഴിവാക്കിയിരുന്നു. അവസാനം ഈ സബിന്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഞാൻ അധികം ഒന്നുമില്ല, 1-2 വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിമെന്ന് ഞാൻ പിടുത്തം വിടുകയും ചെയ്തിരിക്കണം. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു അവസ്ഥ ആർക്കും പടച്ചോൻ കൊടുക്കാതിരിക്കട്ടെ. എന്തായാലും കണ്ണും മനസ്സും ഒക്കെ നനഞ്ഞു ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. അതിലുപരി പുള്ളിക്കാരിയെ ഇന്നലെ ഐസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആണ് സംഭവം. 4th സ്റ്റേജും കഴിഞ്ഞിട്ടുള്ള നിൽപ്പാണ്. അതായത് അവരെന്നെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവർക്ക് രോഗം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെക്കാൾ കൂടുതൽ ജീവിക്കുമെന്നൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ കഴിയൂല. ഇപ്പോഴത്തെ മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രംഗബോധമില്ലാത്ത
കോമാളിയാണ് മരണം എന്ന് പറയില്ലേ. പറയുന്നത് പോലെ തന്നെ നമ്മളെ കൊണ്ട് എന്താണോ അവരെ സഹായിക്കാൻ പറ്റുക അത് നമ്മൾ സഹായിക്കുക. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് അവരുടെ അവസ്ഥ കണ്ടിട്ട് എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. ഒരുപാട് ആളുകൾ അവരെ കുറ്റം പറയുകയും കളിയാക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെയുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർക്ക് അത് വെളിപ്പെടുത്താൻ സമയമായത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അറിയാൻ കാരണം. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളും എല്ലായിട്ടും വരുന്നുണ്ട്. എന്തായാലും അവരുടെ രോഗം ദൈവം എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. അതല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. അപ്പോൾ ശരി പറയുന്നത് പോലെ തന്നെ ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. നിങ്ങൾക്ക് അവരുടെ നമ്പർ അറിയുമെങ്കിൽ ഒന്ന് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ എനിക്ക് ആ നമ്പർ തരണം. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും. എന്തായാലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയേക്കാൾ വലിയൊരു മരുന്നില്ല. നമ്മളാ കഴിയുന്ന എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിച്ചെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലാതെയോ എങ്ങനെയായാലും അവർക്ക് എത്തിച്ചു കൊടുക്കുക. അവർ 4th സ്റ്റേജിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷകൾ മുഴുവൻ കൈവിട്ടിട്ട് ഉള്ളൊരു അവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ എന്തായാലും പ്രാർത്ഥന അത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക. അവർ ചെയ്ത തെറ്റുകളും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അവരെന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞു, എൻ്റെ ചികിത്സക്ക് വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ആവണം ചെയ്യണം എന്നുള്ളതൊന്നും. പക്ഷെ എൻ്റെ രോഗത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും എനിക്ക് താല്പര്യമില്ല. കാരണം എന്നൊരു രോഗിയായി കാണുന്നത് എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ എൻ്റെ എല്ലാ ധൈര്യവും പോകും എന്നെനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം അവർ പറഞ്ഞത് എങ്ങനെ അതാണ് പറഞ്ഞതിന് ശേഷം അവരുടെ അവസ്ഥ വളരെ മോശമാണ്. ഏതൊരു സാഹചര്യത്തിലായാലും ശരി നമ്മുടെ മനധൈര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോയോ നമുക്ക് ചുറ്റും 10,000 പേരുണ്ടായിട്ടും കാര്യമല്ല, നമ്മളുടെ കാലുകൾക്ക് പോലും ബലം കിട്ടൂല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നവരോടാട്ടോ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, വിട്ടുകള, ഒഴിവാക്ക്. എങ്ങനെയെങ്കിലും ഇനിയുള്ള കാലം അവരൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് കാണുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, രേണുസുധീൻ്റെ നമ്പർ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് എനിക്ക് എത്തിച്ചു തരിക. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.